നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ചിന്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 11 എബ്രാ ലേഖനം 11-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത് നോഹയെക്കുറിച്ചാണ്. പ്രധാനമായിട്ട് 6-7 വാക്യത്തിൽ കൂടെ നോഹയുടെ 3 പ്രത്യേകത, ഫെയ്ത്തുമായിട്ടുള്ള ബന്ധത്തിൽ 3 പ്രാധാന്യതകളെയാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നോഹയുടെ ഗ്രൗണ്ട് ഓഫ് ഫെയ്ത്ത്. എന്തിലാണ് നോഹ വിശ്വസിച്ചത് നമ്മൾ മനസ്സിലാക്കി. ഇറ്റ്സ് ദ ഓറക്കിൾ ഓഫ് ഗാഡ്, അഥവാ ദൈവത്തിൻ്റെ വചനത്തിലായിരുന്നു നോഹ അധിഷ്ഠിതമായിരുന്നത്. 2, നോഹയുടെ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, ആക്ടിങ് ഓഫ് ഗാഡ്സ് ഫെയ്ത്ത്, ആക്ടിങ് ഓഫ് നോഹാസ് ഫെയ്ത്ത്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി. തൻ്റെ മനസ്സിൽ വന്നു വാരിക്കുന്നത് പുറത്ത് മാറ്റമായിട്ട് വെളിപ്പെടുവാനിടയായിത്തീർന്നു. 3, നമ്മൾ മനസ്സിലാക്കിയത് അത് ദ റിവാർഡ്സ് ഓഫ് നോവാസ് ഫെയ്ത്ത്. ഞാനിന്ന് രാത്രിയിൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയത് ഈ ആക്ച്വലി ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഉള്ള കാലങ്ങളെയാണ് നമ്മൾ ചിന്തിച്ചത്. നമുക്കറിയാം പ്രധാനമായിട്ട് 3 കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. 1, ആദമിൻ്റെ മകനാകുന്ന ഹാബേൽ. 2, നമ്മൾ നോക്കിയത് ആരെയായിരുന്നു? ഹാനോക്ക്. 3, ആരെ? നോഹ. ഈ 3 കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ നമ്മൾ പഠിക്കുമ്പോൾ എക്സ്ക്ലൂസീവ്ലി ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള പിതാക്കന്മാരെയാണ്, പാട്രിയാക്സിനെയാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഈ ഭാഗം വെളിപ്പെടുത്തുന്നു. എബ്രാ ലേഖന കർത്താവ് യഹൂദ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് വാസ്തവത്തിൽ മശിഹ എന്നും ആ യേശു ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണെന്നും ഏതെല്ലാം പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ആ സകല പ്രതികൂലങ്ങൾ സഹിച്ച് വിശ്വാസത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ളതും അതാണ് പ്രധാന പ്രതിപാദ്യ വിഷയമായിരിക്കുന്നത്. ഇതിൽ കൂടെ നമ്മൾ ആദ്യം കണ്ടു, ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കിയാൽ എങ്ങനെ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയും. അപ്പോൾ ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കുവാൻ സാധ്യമല്ലെന്ന് ദൈവത്തിൻ്റെ ദാസൻ പഠിപ്പിച്ചിട്ട് 2-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രബോധനം കൊടുക്കുന്നത്, നിങ്ങൾ ആത്മീയമായിട്ട് മന്ദതയുള്ളവരാകരുത്, നിങ്ങൾ മന്ദീഭവിച്ച് പോകരുത് എന്ന് പറഞ്ഞാൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ ഗ്രോത്ത്. ആ പ്രത്യേകമായിരിക്കുന്ന ഭാഗം വെളിപ്പെടുത്തിയതിന് ശേഷമായിട്ട് 3-ാമത്തെ സ്റ്റേജിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുന്നത്, നിങ്ങൾ പിന്മാറ്റത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നാശം വിതയ്ക്കുവാനായിട്ടിടയായിത്തീരും. ആ പ്രത്യേകമായിരിക്കുന്ന കാര്യം വെച്ചിട്ട് പിന്മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനുള്ള സാഹചര്യം താൻ പറയുണ്ടായി. മറ്റൊന്നുമല്ല, ഒത്തിരി കഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു, ഒത്തിരി വേദന സഹിക്കേണ്ടതായിട്ട് വന്നു. ജാതികൾ അനുഭവിച്ച, വിശ്വാസത്തിന് വേണ്ടി സഹിച്ച അതേ കഷ്ടതകൾ യഹൂദന്മാർ അനുഭവിക്കേണ്ടതായി വന്ന സ്ഥാനത്ത് അവർ പിന്നോട്ട് പോകുവാനായിട്ടിടയായിത്തീർന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, നിങ്ങൾ പിന്നോട്ട് പോകരുത്. എന്നിട്ടാണ് 11-ാം അധ്യായം തുടങ്ങുന്നത്. ഈ ഒരു കൂട്ടം വിശ്വാസ വീരന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ ധൈര്യമായിട്ട് മുൻപോട്ട് പോയി എന്നുള്ളതാണ് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഇതിനു മുൻപായിട്ട് ആദാമിൻ്റെ കാലം മുതൽ ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് മുൻപേയുള്ള കാലങ്ങൾ വരെ ചിന്തിപ്പിച്ച് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഗോത്രപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയമായിരിക്കും. അതിനാധാരമായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 8-12, 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഹെഡിങ് നോട്ട് ചെയ്താട്ട് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം, അബ്രഹാമിൻ്റെ വിശ്വാസം. ഇവിടെ വരെ അല്ല, തുടർന്നും താഴോട്ട് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. എന്നാൽ പ്രാരംഭമായിട്ട് ഇവിടെ ദ ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജിൽ നിൽക്കുകയാണ്. കാരണം ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അബ്രഹാമിൻ്റെ പേര് ഉൾപ്പെടുത്തി. എന്തായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം, എങ്ങനെ വെളിപ്പെടുവാനായിട്ടിടയായിത്തീർന്നു?
നിങ്ങൾക്കറിയാം, അബ്രഹാമിനെ കുറിച്ച് നമ്മളൊരു ഡെഫിനിഷൻ തീർച്ചയായിട്ടും ഒരു ആമുഖം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഈ പ്രത്യയമായിരിക്കുന്ന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, ഈ 5 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസമായിരിക്കുന്ന ബന്ധത്തിലുള്ള അബ്രഹാമിൻ്റെ 3 പ്രത്യേകതകളെയാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. അത് നോട്ട് തന്നിട്ട് ഞാൻ എൻ്റെ അബ്രഹാമിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രത്യയമായിരിക്കുന്ന വാക്യം നമ്മൾ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസമായിരിക്കുന്ന ബന്ധത്തിൽ അബ്രഹാമിൻ്റെ 3 പ്രത്യേകതകൾ. അതിൽ ഒന്നാമത്തെ പ്രത്യേകത നമ്മളിവിടെ കാണുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ചു. ഒന്നാമത്തെ പോയിന്റ്, ഒബീഡിയൻറ്റ് ഫെയ്ത്ത്, അനുസരണമുള്ള വിശ്വാസം. അതാണ് വേഴ്സ് 8 വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്, ഒബീഡിയൻറ്റ് ഫെയ്ത്ത്. നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 9 വാക്യം, വിശ്വാസത്താൽ താൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായിരിക്കുന്ന നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ ഒരു കാത്തിരിപ്പിനെ നമ്മൾ കാണുന്നു. എൻഡ്യൂറിങ് ഫെയ്ത്ത്, നിലനിൽക്കുന്ന വിശ്വാസം. എൻഡ്യൂറിങ് ഫെയ്ത്ത്. വേഴ്സ് 9 and 10. ഒബീഡിയൻറ്റ് ഫെയ്ത്ത്, വേഴ്സ് 8 വാക്യം. എൻഡ്യൂറിങ് ഫെയ്ത്ത്, വേഴ്സ് 9 and 10. മൂന്നാമത്തെ ഭാഗം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നുണ്ടെങ്കിൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ലഭിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഫെയ്ത്ത്, ലൈഫ് ഗിവിങ് ഫെയ്ത്ത്, ജീവൻ കൊടുക്കുന്ന വിശ്വാസം, ലൈഫ് ഗിവിങ് ഫെയ്ത്ത്. വേഴ്സ് 11 and 12. ഈ പ്രത്യയമായിരിക്കുന്ന ഭാഗത്തിൽ 3 അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 3 പ്രാധാന്യതകൾ. ഒന്ന് നമ്മൾ പഠിച്ചത് ഒബീഡിയൻറ്റ് ഫെയ്ത്ത്. ഞാൻ ആ വിഷയത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കടന്നു വരുന്നതായിരിക്കും. ഒന്നാമത്തെ വിഷയം ഒബീഡിയൻറ്റ് ഫെയ്ത്ത്. രണ്ടാമത്തത് എൻഡ്യൂറിങ് ഫെയ്ത്ത്, നിലനിൽക്കുന്നതായിരിക്കുന്ന സഹിക്കുന്ന വിശ്വാസം. മൂന്നാമത്തത് ലൈഫ് ഗിവിങ് ഫെയ്ത്ത്, ജീവൻ കൊടുക്കുന്ന വിശ്വാസം. ഇവിടെ അബ്രഹാമിൻ്റെ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അബ്രഹാം ഗോത്ര പിതാവെന്നോ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടെ പഠിക്കുവാനായിട്ട് എത്തിയിരുന്നു. ലോകം മുഴുവൻ പാപത്തിന് കീഴിൽ കിടന്നപ്പോൾ ദൈവം അതിൽ നിന്ന് ഒരു വ്യക്തിയെ കണ്ട് രക്ഷപ്പെടുത്തിയെങ്കിൽ ആ വ്യക്തി മുഖാന്തരമായിട്ട് ലോകം നന്നായിട്ട് പോകുവാൻ ദൈവം ആഗ്രഹിച്ചു. അതായിരുന്നു നോഹയും അവൻ്റെ കുടുംബവും. എന്നാൽ എന്ത് സംഭവിച്ചു? ആ വെള്ളപ്പൊക്കം മാറി ഇവർ പെട്ടകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി താഴെ ഭൂമിയിൽ അവർ ജീവിക്കുവാൻ തുടങ്ങിയ സമയം തന്നെ നോഹയുടെ മക്കൾ പാപം ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. ഒരു വലിയ ദൈവത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി ചെയ്ത് സ്വന്തം അപ്പനാൽ തന്നെ ശപിക്കപ്പെടുവാൻ തക്കവണ്ണം അവർ യോഗ്യരായിത്തീർന്നു. നിങ്ങൾക്കറിയാം, കനാൻ ശപിക്കപ്പെട്ടവനെന്ന് നോഹ ഒരു വേർഡ് പറയുമ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചത്? കൊച്ചുമകനെയാണോ വല്യപ്പച്ചൻ ശപിച്ചതോ? അതിൻ്റെ ബേസിക് കാരണങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇത്രമാത്രം ഹീനമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ രക്ഷപ്പെട്ടതായിരിക്കുന്ന പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടതായിരിക്കുന്ന ജനം വളരെ പെട്ടെന്ന് ഈ ഒരവസ്ഥയിലേക്ക് പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം ലോകത്തെ നശിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കി അതവരുടെ കണ്ണുകൊണ്ട് കാണുകയും അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കുകയും ചെയ്തിട്ടും ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിക്കാതെ, ദൈവത്തിന് ഹിതകരമായി നിൽക്കാതെ ദൈവ വിഷയത്തിൽ നിന്ന് വിട്ട് മാറ്റപ്പെട്ട് പോയതായിരിക്കുന്ന ഒരു കുടുംബമാണോ നോഹയിൽ കൂടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു കൂട്ടം ദൈവം മക്കളും അല്ലാത്തവർ ലോകമക്കളുമായിട്ട് മാറ്റപ്പെട്ടു. ലോകം മുഴുവൻ ജനം ചിതറപ്പെടുവാനായിട്ട് കാരണമായിത്തീർന്നു. അന്ന് ഭൂമി ഒന്നായിരുന്നു, ഭൂമി പല ഭാഗങ്ങളായിരുന്നില്ലേ. എന്നാൽ നിമ്രോദിൻ്റെ കാലത്ത് അന്ന് ദൈവം ഭൂമിയെ മാറ്റിയപ്പോൾ, അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞപ്പോൾ, ഒരു വലിയ എർത്ത്ക്വേക്ക് മുഖാന്തരമായിട്ട് ഭൂമി 5 ഭൂഖണ്ഡങ്ങളായിട്ട് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. കാരണം ഇതിനു മുൻപ് നദി ഈ ഭൂമിക്ക് ചുറ്റുപാടുമാണ് ഉണ്ടായിരുന്നത്, ഭൂമിയുടെ ഇടയിൽ കൂടെ നദിയില്ലായിരുന്നു.
ദൈവം കൽപ്പിച്ചപ്പോൾ ഇപ്രകാരം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അതിനുശേഷം വെളിച്ചവും വെള്ളവും തമ്മിൽ വേർപിരിയട്ടെ എന്ന് കൽപ്പിച്ചിട്ട് ദൈവം വെള്ളങ്ങളുടെ കൂട്ടത്തിന് ആകാശമെന്നും ഭൂമിക്ക് താഴെ ഭൂമി സമുദ്രമായിട്ട് അത് കാണുവാനിടയായി തീർന്നു. എന്നിട്ടാണ് ദൈവം കൽപ്പിച്ചത്, വെള്ളത്തിൻ്റെ കൂട്ടങ്ങൾ മാറട്ടെ, അത് കരയായി വെളിപ്പെട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഒരു ഭാഗം കരയും മറ്റു ഭാഗം സമുദ്രവുമായിട്ട് മാറ്റപ്പെട്ടു. എന്നാൽ ഈ സമുദ്രം അന്ന് കര ഒറ്റ ഭാഗത്തായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നതായ രീതിയിൽ ഇത്രമാത്രം ഭൂഖണ്ഡമായിട്ട് രാജ്യങ്ങളുടെ നടുവേ സമുദ്രം കടന്നു വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നിമ്രോദിന്റെ കാലത്ത് ബാബേൽ ഗോപുരം പണിയുവാൻ ഇടിയായിത്തീർന്നപ്പോൾ ദൈവം അവരെ ശപിക്കുകയും ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അവർ ചിതറപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിന്ന നിപ്പിലാണ് അവരുടെ ഭാഷ കലങ്ങിയത്, നിന്ന നിപ്പിനാണ് അവർ ലോകത്തിൻ്റെ പല ഭാഗത്ത് ചിതറപ്പെട്ടത്. എങ്ങനെ നമുക്കറിയത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്രകാരമുള്ള ഒരു വലിയ പ്രശ്നത്തിൽ കൂടെ ലോകം കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. നോക്കിയപ്പോൾ ദൈവം ഒരു വ്യക്തിയെ കണ്ടു, അതായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാം. അതാണ് രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ, ദൈവത്തിൻ്റെ സ്വരം ഇങ്ങോട്ട് കേൾക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ഒരു കൂട്ടുകെട്ടിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം അബ്രഹാമിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കരങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുവാനായിട്ട് പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് അബ്രഹാമിൻ്റെ വിളി വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും അബ്രഹാം പുറപ്പെടുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ജെനസിസ് ചാപ്റ്റർ 11 31-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 31. ഇവിടെ നമ്മൾ നോക്കുന്ന ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എടുക്കുന്നത് അബ്രഹാമിൻ്റെ പിതാവായിരിക്കുന്ന തേരഹ് അബ്രഹാമിനെയും തേരഹിൻ്റെ മറ്റൊരു മകനാകുന്ന ലോത്തിനെയും അബ്രഹാമിൻ്റെ ഭാര്യയാകുന്ന സാറയെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് മാറ്റപ്പെടുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആരാണ് വിളിച്ചുകൊണ്ട് പോയെന്നുള്ളത് ഇവിടെ വ്യക്തമല്ല. ഇവിടെ അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് തേരഹായിട്ട് കാണുന്നു. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? വായിച്ചോട്ട് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 3-ാമത്തെ വാക്യം. ജോഷുവ ചാപ്റ്റർ 24 വേഴ്സ് 3. യോശുവ മുഖാന്തരമായിട്ട് ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ വിളി കിട്ടിയത് തേരഹിനല്ല, അപ്പനാകുന്ന തേരഹിനല്ല, മകനാകുന്ന അബ്രഹാമിനാണ് വിളി കിട്ടുന്നത്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം. എങ്ങനെയായിരുന്നു ആ വിളി? അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 7. അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് സ്തേഫാനോസ് പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു അബ്രഹാമിന് ആ വിളി ലഭിച്ചത്. അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ട്, വേഴ്സ് 2 onwards. ശ്രദ്ധിക്കുക, നമ്മുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം നമ്മൾ കണ്ടത് ഇവർ ഹാരാനിൽ വന്ന് പാർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹാരാനിൽ വന്ന് പാർക്കുന്നു, എവിടുന്നോ കടന്നു വന്ന് ഹാരാനിൽ വന്ന് പാർക്കുന്നു. കൽദേ പട്ടണമായി ഊരിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് കടന്നു വന്നു. ഈ ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപ് എന്ത് സംഭവിച്ചു? വായിച്ചോട്ടെ താഴെ. മെസ്സപ്പൊത്താമിയയിലിരിക്കുമ്പോൾ തേജോമയനായിരിക്കും ദൈവം അവന് പ്രത്യക്ഷനായി. ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ പൗലോസിന് അല്ലെങ്കിൽ ദമസ്കോസിലേക്ക് കടന്നു പോകുന്നതായിരിക്കുന്ന വഴിയിൽ ദൈവത്തിൻ്റെ തേജസ് സൂര്യനെ കവിയുന്ന ഒരു വലിയൊരു വെളിച്ചം പൗലോസിൻ്റെ ജീവിതത്തിന്മേൽ പ്രകാശിക്കുവാൻ ഇടയായി തീർന്നത് പോലെ ഉള്ള ഒരു സന്ദർഭമാണ്, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അബ്രഹാമിൻ്റെ വിളിയുമായിരിക്കുന്ന ബന്ധത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഈ ദൈവം പലരെയും വിളിക്കുന്നത് പല രീതിയിലാണ്. എല്ലായിടത്തും ദൈവം വെളിപ്പെടുത്തുന്നത് തൻ്റെ ഫുൾ ഗ്ലോറിയിലല്ല.
ഏലിയാവ് ഗുഹയ്ക്കകത്തായിരുന്നപ്പോൾ ദൈവം കടന്നു വന്നത് ദൈവത്തിൻ്റെ തേജസ്സോടുകൂടി ആയിരുന്നില്ല. ദൈവത്തിന് ഓരോ സന്ദർഭത്തിലും ദൈവത്തിൻ്റെ മക്കളുമായിട്ട് ബന്ധപ്പെടുന്നതിനോ ദൈവത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ദൈവം എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല. ശ്രദ്ധിക്കണം ആ വേർഡ്. പല സമയങ്ങളിൽ ദൈവം അവരുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവത്തിനറിയാം. അതിനനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ അബ്രഹാമുമായിരിക്കുന്ന ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തേജോമയനായിരിക്കും ദൈവം വെളിപ്പെട്ടു. തേജസ്സുള്ളവനായിരിക്കും ദൈവം. തൻ്റെ തേജസ്സാണ് അബ്രഹാമിന് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നത്. അന്ന് അത് ആവശ്യമായിരുന്നു. ഒരു വലിയ വിളിക്ക് വേണ്ടി അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പോൾ, ഒരു വലിയ ഉത്തരവാദിത്വം അബ്രഹാമിന് കൊടുക്കുവാൻ പോയപ്പോൾ ദൈവം അതിനുള്ളതായിരിക്കുന്ന ഒരു ലിറ്ററൽ ഒരു കൺഫർമേഷൻ, ഒരു വിളി ഒരു വ്യക്തിക്ക് എപ്രകാരമായിരിക്കുന്നുവോ അതിനനുസൃതമായിട്ടായിരിക്കും ദൈവം അവരുമായിട്ട് ഇടപെടുന്ന ഇടപെടൽ. പൗലോസിനെ ദൈവം വ്യക്തമായിട്ട് വിളിച്ചപ്പോൾ അതിനനുസൃതമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണോ ഇടപെടലാണ് ദൈവം ഇടപെടുവാനായിട്ടിടയായിത്തീർന്നത്. എന്താ ഇവിടുത്തെ വിഷയം? തേജോമയനായിരിക്കും ദൈവം, തേജസ്സുള്ളവനായിരിക്കും ദൈവം. തേജസ്സോടുകൂടെ അബ്രഹാമിന് വെളിപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. പല ഐതിഹ്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്. അതിനകത്ത് ഒരൈതിഹ്യം ഇപ്രകാരമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് യോശുവ 24:3 വീണ്ടും ഒരിക്കൽ കൂടെ, നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. അപ്പോൾ വളരെ ക്ലിയറായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. തേരഹ് അബ്രഹാമിൻ്റെ പിതാവ് നദിക്കക്കരെ പാർത്തു, അഥവാ മെസ്സപ്പൊത്താമിയയിൽ പാർത്ത് കൽദയ പട്ടണമായ ഊരിൽ പാർത്തുകൊണ്ട് വിഗ്രഹങ്ങളെ സേവിച്ചു പോന്നു. അപ്പോൾ വിഗ്രഹാരാധികളായിരുന്നു അബ്രഹാമിൻ്റെ പിതാവെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുവാനാണ് പോകുന്നത്. നാളുകളായിട്ട് വിഗ്രഹത്തെ ആരാധിച്ച് ഏതാണ് ദൈവമെന്നറിയാതെ അപ്രകാരം ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ നിന്നാണോ ദൈവം അബ്രഹാമിന് വെളിപ്പെടുവാനിടയായിത്തീർന്നത്. നിങ്ങൾക്കറിയാം, വിഗ്രഹാരാധന എന്ന് തുടങ്ങി ആ തുടങ്ങുവാനുള്ള സമയമെന്ന് പറയുന്നത് നിമ്രോദിൻ്റെ കാലം മുതൽ വിഗ്രഹാരാധന തുടങ്ങുവാനായിട്ടിടയായിത്തീർന്നു. വിഗ്രഹാരാധന ഉടലെടുത്തത് എവിടെയാണ് എന്ന് ചിന്തിച്ചാൽ ബാബിലോണിലാണ്, ഇന്ന് ഇറാഖിലാണ് ആദ്യമായിട്ട് വിഗ്രഹാരാധന തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ദൈവത്തിന് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാം വളരെ അടുത്ത് തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ വിഷയത്തിൽ ഞാൻ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് തേരഹ് പണ്ട് അന്യദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് വന്നു. അങ്ങനെയെങ്കിൽ ഈ ചെറുപ്രായം മുതൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഏതാണ് സത്യദൈവമെന്ന് അറിയാൻ പാടില്ലാതെ, ആരെയാണ് ആരാധിക്കണമെന്നറിയാതെ കുടുംബത്തിൻ്റെ പാരമ്പര്യ രീതിയിൽ പോയി കഴിഞ്ഞാൽ അന്യദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടാണ് മുൻപോട്ട് കടന്നു പോകേണ്ടത്. പല ഐതിഹ്യങ്ങൾ ഇപ്രകാരമുണ്ട്. അതിലൊരു ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരു ദിവസം രാവിലെ അബ്രഹാം എഴുന്നേറ്റു, സൂര്യൻ ഉദിച്ചു. സൂര്യൻ്റെ വെളിച്ചം കണ്ടപ്പോൾ അബ്രഹാം ചിന്തിച്ചു, ഈ സൂര്യനാണ് ദൈവമെന്ന് ചിന്തിച്ചു. അദ്ദേഹം മുട്ടുമടങ്ങി സൂര്യനെ അങ്ങ് നമസ്കരിച്ചു. രാത്രി വൈകിട്ട് സമയമായപ്പോൾ സൂര്യൻ അങ്ങ് അസ്തമിച്ചു, ചന്ദ്രൻ വന്നു. അപ്പോൾ അബ്രഹാം ചിന്തിച്ചു, സൂര്യനെക്കാട് വലുതാണല്ലോ ചന്ദ്രൻ, കാരണം സൂര്യനെ അതിൻ്റെ വെളിച്ചത്തെ കവർ ചെയ്യുവാൻ ഇതിന് സാധിച്ചല്ലോ. അത് ഒന്ന് അസ്തമിച്ചപ്പോൾ മറ്റു ഉദിച്ചു. രണ്ടാമത്തെ ദിവസം സൂര്യനെ കണ്ടപ്പോൾ മുട്ടുമടക്കി നമസ്കരിച്ച് രാവിലെ താൻ എഴുന്നേറ്റപ്പോൾ വീണ്ടും സൂര്യൻ ഉദിച്ചു. അപ്പോൾ അബ്രഹാം ഒരു കാര്യം മനസ്സിലാക്കി, ഇത് മുഴുവൻ സൃഷ്ടിയാണ്, ഇതൊന്നും ദൈവങ്ങളല്ല. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇതറിയുവാനായിട്ട് താൻ ആഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ പിതാവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വിഗ്രഹാരാധിയായിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നൊരു ജോലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പലരും അവരുടെ വീട്ടിൽ ഒത്തിരി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ഒരു സമയത്ത് അപ്പനില്ലാതിരുന്ന സമയത്ത് അബ്രഹാം ആയിരുന്നു കച്ചവടത്തിനിരുന്നത്. ആ കച്ചവടത്തിൻ്റെ സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ കടന്നു വന്നു. അവർ ഒരു വിഗ്രഹത്തെ ചോദിച്ചു. അവരോട് അബ്രഹാം ചോദിച്ചു. അബ്രഹാം ആ സമയം മുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു, ആരാണ് സത്യദൈവം, ഈ സത്യദൈവത്തെ കണ്ടുമുട്ടണമെന്നുള്ളത്. അബ്രഹാം ആ ചരിത്രപ്രകാരമാണ് പറയുന്നത്. മുൻപിൽ വന്നു നിന്നവരോട് അബ്രഹാം ചോദിച്ചു, നിങ്ങൾക്ക് വയസ്സെത്രയുണ്ടെന്ന് ചോദിച്ചു. അവരെ ഓരോരുത്തരും തങ്ങളുടെ പ്രായം പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, ഇന്നലെ ഉണ്ടാക്കിയ ഈ വിഗ്രഹമാണോ അതോ ഇത്രയും പ്രായമുള്ള നിങ്ങളാണോ, ആരാണ് വലിയവർ? അവർക്ക് മുൻപിലൊരു വലിയ ക്വസ്റ്റ്യനായി. അപ്പോൾ ഇതുപോലെ പലർ ആ കടയിൽ വന്നു. ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു സ്ത്രീ വിഗ്രഹത്തിന് കൊടുക്കുവാനുള്ള മാംസവുമായിട്ട് അവിടെ കടന്നു വന്നു.
ഈ മാംസം മേടിച്ച് വെച്ചിട്ട് അബ്രഹാം ഒരു കാര്യം ചെയ്ത്, അപ്പനില്ല, ബാക്കി ഉണ്ടായിരുന്ന സകല വിഗ്രഹങ്ങളെ തല്ലി ഉടച്ചേച്ച് ഒന്നിനെ മാത്രം അവിടെ വെച്ചു. അബ്രഹാമിൻ്റെ പിതാവ് തേരഹ് കടന്നു വന്നപ്പോൾ ഉള്ള വിഗ്രഹങ്ങൾ മുഴുവൻ പൊട്ടിച്ചിട്ടിരിക്കുന്നു. പിതാവ് തേരഹ് മകനെ വിളിച്ചു ചോദിച്ചു, എന്താ നീ ചെയ്തത്, എന്താ ഇവിടെ സംഭവിച്ചത്? മകനാകുന്ന അബ്രഹാം ഇങ്ങനെ പറഞ്ഞുവെന്നാ പറയുന്നത്, അപ്പാ, ഈ ഇറച്ചി കൊണ്ടുവന്നപ്പോൾ ബാക്കിയുള്ള സകല ദൈവങ്ങളും അവക്കൂടെ ഈ ഇറച്ചി കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വലിയ ദൈവം ആ ദൈവങ്ങളെയെല്ലാം പൊട്ടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. ഇത് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. ജീവിക്കുന്ന ഒരു ദൈവം, ഈ വിഗ്രഹമല്ല എന്നുള്ളത് അബ്രഹാം മനസ്സിലാക്കി. രണ്ടാമത് വേറൊരു ചിന്ത വന്നത് ഇപ്രകാരമാണ്. ഈ നിമ്രോദിൻ്റെതായിരിക്കുന്ന ഒരു സൈന്യാധിപനായിരുന്നു തേരഹ്. ആ സൈന്യാധിപനായിരിക്കുമ്പോൾ, നിമ്രോദ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ആദ്യത്തെ നായാട്ടുവരൻ, ഹീസ് ദ ഫസ്റ്റ് കിങ്. അദ്ദേഹമാണ് ആദ്യത്തെ രാജാവ്. വിശദീകരിക്കുവാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ആദ്യത്തെ രാജാവ്, ദൈവം അതിനു മുമ്പ് മുഴുവൻ ഒറ്റ രാജാവേ ഉള്ളായിരുന്നു, ദൈവം മാത്രം. എന്നാൽ നിമ്രോദിൻ്റെ കാലം മുതൽ നിമ്രോദാണ് സ്വയമായിട്ട് രാജാവായിട്ട് വാഴുവാനിടയായിത്തീർന്നത്. ഈ അബ്രഹാമിൻ്റെ അടുക്കൽ അബ്രഹാമിനോട് ഇപ്രകാരം ചോദിച്ചു, അബ്രഹാം തൻ്റെ അമ്മയോട് ഇപ്രകാരം ചോദിച്ചു, അമ്മേ, ആരാണ് ദൈവം? ദൈവം അബ്രഹാമിനോട് അമ്മ ഇപ്രകാരം പറഞ്ഞു, തേരഹാണ് ദൈവം. വീണ്ടും അബ്രഹാം ചോദിച്ചു, ഈ തേരഹൻ്റെ ദൈവം ആര്? രണ്ടാമത് അമ്മ പറഞ്ഞു, നിമ്രോദാണ് ദൈവം. അത് തുടർന്ന് അബ്രഹാം ചോദിച്ചു, ഈ നിമ്രോദിൻ്റെ ദൈവം ആര്? അമ്മ തൻ്റെ മകൻ്റെ വായ അടച്ചു. കാരണം വലിയ പ്രശ്നത്തിലായിരിക്കും അത് അവസാനിപ്പിക്കുന്നത്. ഇപ്രകാരം പലവിധമായിരിക്കുന്ന ചിന്തകളോടുകൂടെ നിൽക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി ഏതാണ് സത്യദൈവമെന്ന് അറിയുവാൻ ആഗ്രഹിച്ച് തൻ്റെ അപ്പൻ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ തനിക്ക് സമ്പാദ്യം ഉണ്ടാക്കി തരുന്ന വിഗ്രഹമല്ല ദൈവമെന്ന് മനസ്സിലാക്കി യഥാർത്ഥമായിരിക്കുന്ന ഒരു സത്യദൈവത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് മിണ്ടാതിരിപ്പാൻ സാധ്യമായില്ല. സ്വർഗത്തിലെ ദൈവം ഇവിടെയാണ് വെളിപ്പെടുവാനായിട്ടിടയായിത്തീർന്നത്. തേജോമയനായിരിക്കും ദൈവം തേജസ്സുള്ളവനായി, സൂര്യനേക്കാൾ പ്രകാശമുള്ളവനായി, ചന്ദ്രനേക്കാൾ പ്രകാശമുള്ളവനായി. ആരാണിതിൻ്റെ സൃഷ്ടാവെന്ന് മനസ്സിലാക്കിയപ്പോൾ സൃഷ്ടിച്ചവൻ്റെ വെളിച്ചം വെളിപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടാവാം ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീർന്നു. ഇതാണ് മെസൊപ്പൊത്താമിയയിൽ വെച്ച് സംഭവിച്ചത്. ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ദൈവം കൊടുത്തപ്പോൾ ദൈവം ഒരു കാര്യം കൂടെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് നീ പുറപ്പെട്ടു പോകാം. അപ്പോൾ അബ്രഹാമിനൊന്ന് പുറപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു, ഒരു ആവശ്യമുണ്ടായിരുന്നു. ആ ദൈവത്തിനറിയാം അബ്രഹാം അവിടെ ആയിരിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതത്തിനനുസൃതമായിട്ട് പോകുവാൻ സാധ്യമല്ല. പിന്നെയോ ദൈവത്തിൻ്റെതായിരിക്കുന്ന പദ്ധതി നിറവേറ്റപ്പെടേണ്ടത് ആവശ്യമായതുകൊണ്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന നിറവേറ്റപ്പെടലിന് വേണ്ടി ദൈവം ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡുകളൊക്കെ. ഇന്ന് ഇസ്രയേൽ എന്ന് പറയുന്നത് ഭൂമിയുടെ മധ്യഭാഗത്തായിരിക്കുന്നുവെങ്കിൽ മെസൊപ്പൊത്താമിയയിലായിരുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ച് അബ്രഹാമിൻ്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തമായി ചെയ്ത്, അതുകൊണ്ടാണ് മെസൊപ്പൊത്താമിയയുടെ അവസ്ഥയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുവാൻ കാരണമായിത്തീർന്നത്. ഇത് മുഴുവൻ ദൈവത്തിൻ്റെ പ്ലാനിങ്, മുന്നമേയുള്ള പ്ലാനിങ് ആയിരുന്നു. ആ പ്ലാനിങ്ങിനനുസൃതമായിട്ട് ദൈവം ചെയ്തു. ദൈവം അത്ഭുതകരമായ രീതിയിൽ ഈ തൻ്റെ ആ പിതാവിനോടുകൂടെ താൻ വസിക്കുന്ന സമയത്ത് ഈ ജീവിക്കുന്ന ദൈവം തനിക്ക് വെളിപ്പെട്ട്, ആ വെളിപ്പെട്ടതിന് ശേഷമായിട്ട് ദൈവത്തിൻ്റെ വാക്ക് അദ്ദേഹം കേട്ടു. ഈ വാക്കാണ് തൻ്റെ പിതാവായിരിക്കുന്ന തേരഹും അനുസരിക്കുവാൻ കാരണമായിത്തീർന്നത്. വാസ്തവത്തിൽ തേരഹ് അല്ല ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത്. പിന്നെയോ ആ മെസൊപ്പൊത്താമിയയിൽ നിന്ന് വിട്ടുമാറുവാൻ ആഗ്രഹിച്ചത് അബ്രഹാം ആകുന്നുവെങ്കിൽ അബ്രഹാമിനോടുകൂടി ചേർന്ന് വന്നതായിരിക്കുന്ന കുറച്ച് പേരാണ് ഈ പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ കാണുന്നത് തേരഹ്, അതോടൊപ്പം തന്നെ ലോത്ത്, പിന്നെയോ അബ്രഹാമിൻ്റെ ഭാര്യയാകുന്ന സാറ. നിങ്ങൾ മനസ്സിലാക്കണം, വിളി കേട്ടത് അബ്രഹാമിനാണ്, കൂടെ ഇറങ്ങിത്തിരിച്ചവർ ഈ പ്രിയപ്പെട്ടവരുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആരുടെ കൂടെ വിളി കിട്ടിയിട്ടുണ്ട്, ആ വിളി കിട്ടിയവരുടെ ഒരു കൂട്ടം വിളി കിട്ടാത്തവരും കാണും. ഈ വിളി കിട്ടിയെന്ന് കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ജനവും കാണും. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ഞാൻ പറയുന്നത്, വിളി കേട്ടവരും വിളി കേൾക്കാത്തവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിളി കേട്ടവന് ഒരു ദർശനമുണ്ട്, വിളി കിട്ടിയവന് ഒരു ലക്ഷ്യമുണ്ട്. വിളി കിട്ടിയവന് മാത്രമേ ആ ലക്ഷ്യമുള്ളൂ. വിളി കിട്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുഗമിക്കുന്നവൻ ഒരു സമയം വരെ അനുഗമിക്കുമെന്നല്ലാതെ അന്ത്യത്തോളം അനുഗമിക്കുവാൻ സാധ്യമല്ല.
എന്താ ഇവിടെ സംഭവിച്ചത്? മകനൊരു വിളി കിട്ടിയെന്ന് മനസ്സിലാക്കി ഈ തേരഹ് മകനോടുകൂടെ ചേർന്ന് നടന്നുവെങ്കിലും ഇവർ വന്നിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. എവിടെയോ വന്ന് തമ്പടിച്ചു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാം. അബ്രഹാമിന് അറിയത്തില്ല എങ്ങോട്ടാ താൻ പോകേണ്ടത്, എവിടെയാണ് തനിക്കുള്ള ദേശമെന്ന് അറിയത്തില്ല. ഇന്ന സ്ഥലമെന്ന് ദൈവം മാപ്പ് പറഞ്ഞ് വെച്ചു കൊടുത്തില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. ഇടതാണോ വലതാണോ തെക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ ഇതൊന്നും അബ്രഹാമിന് അറിയത്തില്ല. പിന്നീട് എന്ത് വേണമായിരുന്നു? ഓരോ സ്റ്റെപ്പ് താൻ വെക്കുമ്പോഴും ദൈവത്തിൻ്റെ ഗൈഡൻസ് അബ്രഹാമിന് വേണമായിരുന്നു, ദൈവത്തിൻ്റെ ആലോചന അബ്രഹാമിന് വേണമായിരുന്നു. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അബ്രഹാം ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞാൻ റൈറ്റ് സ്റ്റെപ്പിലാണോ നിൽക്കുന്നത്? യഥാർത്ഥമായിരിക്കുന്ന എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി, നീ ആഗ്രഹിക്കുന്ന അവസ്ഥയിലാണോ ഞാൻ നിൽക്കുന്നതെന്ന് അബ്രഹാം ചോദിക്കുമെന്ന് ഞാനങ്ങ് ചിന്തിക്കുക. ഇപ്രകാരം മുൻപോട്ട് കടന്നുപോയെങ്കിൽ സ്വന്തം പിതാവായിരിക്കുന്ന തേരഹ് കൂടെ ഇറങ്ങിത്തിരിച്ചു അവർ ഹാരാനിൽ വന്ന് പാർക്കുവാനിടയായിത്തീർന്നു. ഹാരാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ താമസം എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചിവിടെ? ദൈവത്തിൻ്റെ വിളി കേട്ടോ അപ്പൻ, വിളി കിട്ടാത്തതായിരിക്കുന്ന അപ്പൻ മകനോടുകൂടെ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ ഇവിടെ സംഭവിച്ചത് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന വാഗ്ദത്ത ദേശത്തേക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ ദൈവം അതിനു മുൻപുള്ള ഒരു സ്ഥലത്ത് തമ്പടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അബ്രഹാം കടന്നു വന്നു. ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന വേർഡ്. ദൈവവിളി കേട്ടവൻ ദൈവത്തിൻ്റെ വിളിക്കനുസരണമായിട്ട് പോകാതെ ദൈവവിളി കേട്ടുകൊണ്ട് ഇറങ്ങിയവൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ദൈവവിളി കേട്ടവനെ കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ, അവരുടെ വാക്ക് നീ അനുസരിച്ചാൽ പലപ്പോഴും ഇടയ്ക്ക് വെച്ച് പദ്ധതി അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? കൺഫ്യൂസ്ഡ് ആയില്ലേ? ഞാൻ പറഞ്ഞ വേർഡ് ഇതാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു, അബ്രഹാം ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കി. തേരഹ് അബ്രഹാമിനെ കണ്ടുകൊണ്ടായി ഇറങ്ങിയ ദൈവത്തിൻ്റെ വിളി കണ്ടുകൊണ്ടല്ല. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവരുടെ യാത്ര, ഈ അപ്പനോടുകൂടെ യാത്ര, അപ്പൻ്റെ ഇൻഫ്ലുവൻസ് അബ്രഹാമിനെ കൊണ്ടുവന്ന് ഹാരാനിൽ വന്ന് പാർക്കുവാനായിട്ടിടയായിരുന്നു. ഹാരാനിൽ പാർക്കുവാനല്ല ദൈവം വിളിച്ചത്. അബ്രഹാമിന് നന്നായിട്ട് അറിയാം ഹാരാൻ അല്ല തൻ്റെ സ്ഥലമെന്നറിയാം. ദൈവം ഓൾറെഡി പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. ഈ മെസ്സപ്പൊത്തോമിയയിൽ നിന്ന് ഹാരാൻ വരെ വരാൻ അബ്രഹാമിന് അറിയാമായിരുന്നുവെങ്കിൽ തുടർന്നും അബ്രഹാമിന് അറിയാം ഇവിടുന്ന് വീണ്ടും കടന്നു പോകണം. എന്നാൽ ഒരു പക്ഷെങ്കിൽ എന്താണ് എൻ്റെ സാഹചര്യമെന്ന് അറിയത്തില്ല. അപ്പൻ്റെ ഹാരാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം താമസം എന്നായിരിക്കുമ്പോൾ ബിബ്ലിക്കലി ഏതെങ്കിലും വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അർത്ഥമുണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ വിളിക്ക്, ദൈവത്തിൻ്റെ പദ്ധതിക്ക്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് താമസം വരുത്തുന്ന ഒരിടത്തിലേക്ക് കടന്നുപോയി. എന്താ അതിന് കാരണമായിരുന്നത്? അബ്രഹാം തേരഹിൻ്റെ വാക്ക് കേട്ട് മുൻപോട്ട് പോയി. ശ്രദ്ധിക്കണം നിങ്ങൾ വേർഡ്. ദൈവവിളി കേട്ടവൻ, ആ കേട്ടവനെ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരുടെ വാക്ക് കേട്ടവൻ നടന്നാൽ കേട്ടവന് അങ്ങെത്താൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദൈവ മക്കൾക്ക് അവർക്ക് അവരുടേതായിരിക്കുന്ന ദൈവവിളി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇടവും വലതും 100 പേര് പറയുമായിരിക്കാം ഇവിടെ മതിയെന്ന്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, വിളി ഇവിടെ അല്ല. വിളി ഹാരാനിൽ പാർക്കുവാനല്ല വിളിച്ചു വന്നിരിക്കുന്നത്. ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്. ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് നിനക്കൊരു വാഗ്ദത്ത നാട് തരുവാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ നാട്ടിലേക്കാണ് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. ആ നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ വാക്ക് കേട്ട് ഇവിടെ ഇരുന്നാൽ കാര്യം നടക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇരിപ്പ് എത്ര കാലം വരെ ഇരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഹാരാൻ സ്വന്തം അപ്പനാകുന്ന തേരഹ് മരിക്കുന്നത് വരെ അബ്രഹാം ഹാരാനിൽ പാർത്തു. ഇത് കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും ഇടപെടുവാൻ തുടങ്ങി. അബ്രഹാമിനോട് വീണ്ടും സംസാരിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഇവിടെ അല്ല നിന്റെ സ്ഥലം, ഞാൻ നിന്നോട് പറഞ്ഞ സ്ഥലം ഇവിടെ അല്ല, നീ മുൻപോട്ട് പോ. അബ്രഹാം വീണ്ടും നടക്കുവാനിടയായിത്തീർന്നു. അവിടെയാണ് അബ്രഹാം തൻ്റെ ഡെസ്റ്റിനിയിലേക്ക് കടന്നു ചെന്നത്. ഇതിന് ശേഷമുള്ള അബ്രഹാമിൻ്റെ ലൈഫ് നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ വരുന്നുണ്ട് ആ വിഷയം, ഇതിന് ശേഷമുള്ള അബ്രഹാമിൻ്റെ ലൈഫ് നമ്മൾ പഠിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഒരു ആലോചനയായിരുന്നില്ല അബ്രഹാമിനെ നയിച്ചത്, ദൈവത്തിൻ്റെ ഒരു ആലോചനയായിരുന്നു അബ്രഹാമിനെ നയിച്ചത്. ലോത്ത് തന്നോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ലോത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ അബ്രഹാം പോയില്ല. ഓഫ് കോഴ്സ് തൻ്റെ ഭാര്യയുടെ വാക്ക് അബ്രഹാം കേട്ടുവെന്നുള്ളത് സത്യമാണ്.
എന്നാൽ ബാക്കിയുള്ളതായിരിക്കുന്ന വാക്കുകൾ കേട്ട് മുൻപോട്ട് പോകുവാനല്ല അബ്രഹാം ഇടിയായിത്തീർന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് മുൻപോട്ട് പോകുവാൻ അബ്രഹാമിന് സാധ്യമായി. ഈ അബ്രഹാമിൻ്റെ വിളി വാസ്തവത്തിൽ രണ്ടാമത് ദൈവം വീണ്ടും അബ്രഹാം ഹാരാനിൽ പാർത്തിട്ട് ദൈവം ഉന്തിത്തള്ളി വിടുന്ന ഒരു വിളിയാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ജെനസിസ് ചാപ്റ്റർ 12 എടുത്താട്ടോ, ഫസ്റ്റ് വേർഡ് ഒന്ന് വായിച്ചാട്ടോ. മനസ്സിലാക്കണം, ആദ്യം ദൈവം കൊടുത്ത അതേ കാര്യം ദൈവം വീണ്ടും ഇവിടെ കൽപ്പിക്കുക. ഹാരാനിൽ നിൽക്കുന്ന ആ സമയത്ത് ദൈവം അബ്രഹാമിനോട് വീണ്ടും പറയുക, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. ദൈവം അവിടെയും പറയുന്നില്ല ഇന്ന സ്ഥലമാണ് നിനക്കുള്ളത്, ഇതായിരിക്കും നീ വസിക്കേണ്ടത് ദൈവം പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മളതാണ് എബ്രാലേഖനത്തിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അവർ ഒന്നും അബ്രഹാമിനോട് പറഞ്ഞു കൊടുത്തില്ല. പിന്നെയോ ദൈവം പറഞ്ഞ വേർഡ് കേട്ടുകൊണ്ട് അബ്രഹാം ഇറങ്ങിത്തിരിക്കുക. ഇവിടെ നമ്മൾ കാണുമ്പോൾ അബ്രഹാമിനെ ദൈവം ആഗ്രഹിച്ചത്, ഞാൻ തന്നെ കാണിപ്പാൻ ദേശത്തേക്ക് നീ പോക എന്ന് പറയുമ്പോൾ ദൈവം വെറുതെയല്ല വിളിച്ചത്. 7 ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് അബ്രഹാമിന് ദൈവം കൊടുത്തു. നോട്ട് ചെയ്താട്ട്, 7 ബ്ലെസ്സിങ്സ്. ദൈവത്തിൻ്റെ വാക്ക് ആരനുസരിക്കുന്നുവോ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. എന്താണ് 7 ബ്ലെസ്സിങ്സ്? ദ ഫസ്റ്റ് വൺ, I will make you into a great nation. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. പ്രധാനമായിട്ട് 3 വിധത്തിലാണ് ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. 3 ways. ഒന്നാമത്തത്, ചിൽഡ്രൻ ഓഫ് ഓൺ ഫ്ലഷ്, തൻ്റെ സ്വന്തം ജഡത്തിൽ നിന്ന് ലഭിച്ച കുഞ്ഞുങ്ങൾ. ചിൽഡ്രൻ ഓഫ് ഓൺ ഫ്ലഷ് അഥവാ ദ ജ്യൂസ്, യഹൂദന്മാർ. അതാണ് ജോൺ 8:37. രണ്ടാമത്, സ്പിരിച്വൽ ജനറേഷൻ, ആത്മീയ സന്തതി, അക്കോർഡിംഗ് ടു ദ സ്റ്റാർസ് ഓഫ് ദ സ്കൈ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. അക്കോർഡിംഗ് ടു ദ സ്റ്റാർസ് ഓഫ് ദ സ്കൈ, അത് സ്പിരിച്വൽ ചിൽഡ്രൻ, ആത്മീയ കുഞ്ഞുങ്ങൾ. ജോൺ 8:39, Romans 4:16 and 17, Galatians 3:7, Genesis 15:5. നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊള്ളുക. വാക്യം പറയാം. ജോൺ 8:39, Romans 4:16 and 17, Galatians 3:7 and Genesis 15:5. മൂന്നാമത്, ഫുൾഫിൽമെൻറ്റ് ത്രൂ ഇസ്മായേൽ. ഇസ്മായേലിൽ നിന്ന് ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുന്നു. ജെനസിസ് 17:20 and 16th chapter verse 10. I'll make you a great nation. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഈ 3 വിധത്തിലാണ് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് നടന്നത്. രണ്ടാമത്തെ പ്രോമിസ്, I will bless you. I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് 2 വിധ, 2 ways. ഒന്ന്, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, സ്പിരിച്വൽ ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ആത്മീയ അനുഗ്രഹത്തിൽ ഏറ്റവും വലുതാണ് ബിക്കം ഗാഡ്സ് ഫ്രണ്ട്, ദൈവത്തിൻ്റെ സ്നേഹിതൻ. Become God's friend. James 2:23, James 2:23 and 2nd Chronicle chapter 20 verse 7. 2nd Chronicle chapter 20 verse 7. രണ്ടാമത്തെ ഭാഗം, മെറ്റീരിയൽ ബ്ലെസ്സിങ്, ഭൗതിക നന്മ. ആത്മീയമായിരിക്കുന്ന നന്മകൾ മാത്രമല്ല, ഭൗതിക നന്മ. ഞാൻ ഒറ്റ വേർഡ് കൊണ്ട് അവസാനിപ്പിക്കുക, സ്പിരിച്വൽ ബ്ലെസ്സിങ്. നിങ്ങൾക്കറിയാം അബ്രഹാമിനെ ദൈവം എത്രമാത്രം ആത്മീയമായിട്ട് അനുഗ്രഹിച്ചു എന്നുള്ളത്. ഓക്കെ, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സ് 14 to 17, ഉൽപ്പത്തി 13, 14 മുതൽ 17 വരെ. ചാപ്റ്റർ 24 വേഴ്സ് 35,
chapter 24 verse 35. മൂന്നാമത്തെ ബ്ലെസ്സിങ്സ്. മേക്ക് യുവർ നെയിം ഗ്രേറ്റ്, നിന്റെ പേർ വലുതാക്കും. മേക്ക് യുവർ നെയിം ഗ്രേറ്റ്, നിന്റെ പേർ വലുതാക്കും. ഇത് ദൈവമക്കൾക്കുള്ളതാണെങ്കിലും എക്സ്ക്ലൂസീവ്ലി അബ്രഹാമിനുള്ള വാഗ്ദത്തമാണ്. എക്സാക്ട്ലി ഇത് സംഭവിച്ചു. നോട്ട് ചെയ്താട്ട് കിങ് സോദോം രാജാവ് എൻ്റെ മുമ്പിൽ അബ്രഹാം വലിയവനായി. ജനസിസ് 14:17. Genesis 21:22. King of Gerar. Genesis 14:18. King of Melchizedek. Genesis 14:18. 14:18. നാലാമത്തെ ബ്ലെസ്സിങ്. യു വിൽ ബി എ ബ്ലെസ്സിങ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. ആദ്യം പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലെസ് യു. ഇപ്പോഴത്തെ വിഷയം അതല്ല. യു വിൽ ബി എ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും. അതിൻ്റെ ഭാഗം ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 17 and 18. അവിടെ നമ്മൾ കാണുന്നത് അബീമേലെക്ക് ആൻഡ് ഹിസ് ഹൗസ് ഹോൾഡ് were healed. അഞ്ചാമത്തെ ബ്ലെസ്സിങ്. I will bless them, those who bless you. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. I will bless them, those who bless you. Sixth one, I will curse them, those who curse you. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇതിനകത്ത് ആ രണ്ട് വേർഡ് ദൈവത്തിൻ്റെ രണ്ട് അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ഒഫൻസീവ്, ദ ഫസ്റ്റ് വൺ. I will bless them, those who bless you. Offensive blessing. രണ്ട്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. It is defensive blessing. Defensive blessing. നമ്മളെ അത് ഡിഫെൻസ് ചെയ്യുക. Seventh one. In thee all families of the earth be blessed. നിന്നിൽ ഭൂമിയിലെ സകല രാജ്യങ്ങളും സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. In thee all the families of earth be blessed. നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ. John chapter 8 verse 56 to 58. Genesis 3:15. Genesis 22 verse 18 and Galatians 3:16. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ 7 വാഗ്ദത്തങ്ങളാണ് അബ്രഹാമിന് കൊടുത്തത്. ഈ 7 വാഗ്ദത്തങ്ങളും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമായ വിഷയമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ വാഗ്ദത്തം നിറവേറ്റപ്പെട്ടപ്പോൾ അബ്രഹാമിന് കിട്ടിയിരുന്ന പ്രോമിസ് ഇമ്മീഡിയറ്റ്ലി 7 ബ്ലെസ്സിങ്സ് കൊടുത്തെങ്കിൽ തന്നെയും അബ്രഹാമിൻ്റെ ബ്ലെസ്സിങ്സ് പ്രോഗ്രസീവായിരുന്നു. നോട്ട് ചെയ്താട്ട് Abraham's blessings was progressive. അബ്രഹാമിൻ്റെ ബ്ലെസ്സിങ്സ് പ്രോഗ്രസീവ് ആയിരുന്നു. ആ പ്രോഗ്രസീവ് ബ്ലെസ്സിങ് നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചോളൂ. ഞാൻ ആ നോട്ടങ്ങ് തരാം, നിങ്ങൾ നോട്ട് ചെയ്താട്ട്. ജെനസിസ് 12:1. അത് ഓരോ വാക്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ചാപ്റ്റർ 12 verse 1. അവിടെ ദൈവം പറയുന്നത്, ഗോ ടു ദ ലാൻഡ് ദാറ്റ് ഐ വിൽ ഷോ യു. ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. ഗോ ടു ദ ലാൻഡ് ദാറ്റ് ഐ വിൽ ഷോ യു. നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നു വന്നപ്പോൾ ജെനസിസ് 13:14. ഉൽപ്പത്തി 13:14. അവിടെ ദൈവം വീണ്ടും കൽപ്പിക്കുന്നത്, ഐ വിൽ ഗിവ് ഇറ്റേണലി ടു യു. ഐ വിൽ ഗിവ് ഇറ്റേണലി to you and your seed the land you see. നീ കാണുന്ന ഈ ദേശം
ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും അവകാശമായി. അപ്പോൾ എന്ത് കണ്ടു? ആദ്യം ദൈവം വിളിച്ച് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് നീ പോക. ഇപ്പോൾ എന്ത് വന്നു? ആ ദേശം കാണിക്കുവാനായിട്ട് ഇപ്പോൾ ആ ദേശത്തില്ല. തേർഡ് സ്റ്റെപ്പ്, ജെനസിസ് ചാപ്റ്റർ 15 verse 18 to 21. Genesis 15 verse 18 to 21. അവിടെ ദൈവം ഒന്നുകൂടെ ക്ലിയറായി അതിൻ്റെ അതിരുകളെക്കുറിച്ച് പറയുക. എന്താണ് അതിൻ്റെ ബൗണ്ടറീസ്? ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവം പറയുന്നത്, unto thy seed have I given this land from the river of Egypt unto the great river Euphrates. ഈ ദേശം, അത് സ്പെസിഫിക് ആയിട്ട് വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകുക. ദ ഫോർത്ത് വൺ, Genesis 17:8. Genesis 17:8 അവിടെ പറയുന്നത്, I will give eternally the land you pilgrim. നീ ആയിരിക്കുന്ന ദേശം നിനക്ക് ഞാൻ ശാശ്വതമായി തരും. നിങ്ങൾ നോക്കിയാൽ അറിയാം, ആദ്യ ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു, ദൈവം പറഞ്ഞു ഈ ദേശമാണ് ഞാൻ നിനക്ക് തരുവാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നപ്പോൾ ദൈവം പറഞ്ഞു ഇന്ന സ്ഥലം, ഈജിപ്റ്റ് മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള ഈ സ്ഥലമാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. നാലാമത് പറഞ്ഞു ഇത് ഞാൻ നിനക്ക് ശാശ്വതമായി അവകാശമായി തരും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് പ്രോഗ്രസീവായിട്ടും. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആദ്യമേ ദൈവം ഫുള്ളി അങ്ങ് അനുഗ്രഹിക്കുകയല്ല. ആ ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. രണ്ടാമത്തത് ബ്ലെസ്സിങ്സ്. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ രണ്ട് സ്റ്റെപ്പായിട്ട് മാറ്റാമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് മാറ്റുവാൻ സാധിക്കുന്നത്. ഒന്ന് ലാൻഡ്, രണ്ട് ഹിംസെൽഫ്. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. അതാണ് ജെനസിസ് 12:2. അതേ ചാപ്റ്റർ 12 verse 16. ചാപ്റ്റർ 12 verse 16 ദൈവം വീണ്ടും പറയുവാനിടയായി തീർന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. 16 പറയുന്നത് പൊടി പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. ഭൂമിയിലെ പൊടി പോലെ ഞാൻ നിനക്ക് സന്തതി, എണ്ണുവാൻ സാധിക്കാതെ തരും. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ജെനസിസ് 15:5 ദൈവം പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റത് ഫിസിക്കൽ സന്തതിയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പറയുന്നത് സ്പിരിച്വൽ സന്തതി. നെക്സ്റ്റ് ലെവൽ ജെനസിസ് 17:6 ദൈവം കൽപ്പിക്കുന്നു ഐ വിൽ മേക്ക് ദി എക്സീഡിംഗ്ലി ഫ്രൂട്ട്ഫുൾ. ഫൈനലി ജെനസിസ് 22 verse 17 അവിടെ ദൈവം പറയുന്നത് ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ പ്രോഗ്രസീവായിരുന്നു. പക്ഷേ ഏത് ആയിരുന്നാലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് നീ പോകാം. സംഭവിച്ചത് എവിടെ പോകണമെന്നറിയാതെ, എങ്ങനെയാണെന്നും അറിയാതെ ദൈവത്തിൻ്റെ വിളി കേട്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. അബ്രഹാമിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പർപ്പസ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ നിവർത്തിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ദൈവത്തിൻ്റെ പദ്ധതി ഓൾറെഡി അബ്രഹാമിന് കൊടുത്തു. അത് പൂർണ്ണമായിട്ട് തൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വേർഡ് ഞാനിവിടെ നിർത്തുമ്പോൾ എനിക്ക് ഒന്ന് ഓർപ്പിക്കുവാനുള്ളത്, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്. ഒരുപക്ഷെ മക്കളില്ലാതിരുന്ന അബ്രഹാമിനോടാണ് ദൈവം പറഞ്ഞ് ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന്, ഒരു വലിയ ജാതിയാക്കുമെന്ന്. വിശ്വസിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ആ സ്ഥാനത്ത് അബ്രഹാം വിശ്വസിക്കുവാൻ കാരണമായി തീർന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നുവെങ്കിൽ, അസാധ്യമായ കാര്യമായിരിക്കാം ദൈവം പറയുന്നത്, പക്ഷെങ്കിൽ അത് കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കും. അസാധ്യമായ കാര്യം ദൈവം പറഞ്ഞതിൻ്റെ ഒരു കാരണമേ ഉള്ളൂ, ഇത് പ്രാപിക്കണമെന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദാറ്റ്സ് ഗോഡ്സ് പേർപ്പസ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഡെസ്റ്റിനി, അതാണ് എൻ്റെ അന്തം, എൻ്റേതായിരിക്കുന്ന കാഴ്ചപ്പാട്, ലക്ഷ്യം അതാണ്.
ആ ലക്ഷ്യത്തിലേക്കാണോ ഞാൻ നിങ്ങൾ കടന്നു വരേണ്ടത്? ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അബ്രഹാം കാലെടുത്ത് വെച്ചതുപോലെ എനിക്കും നിങ്ങൾക്ക് നടക്കുവാൻ സാധിക്കുമെങ്കിൽ എന്നിലും നിങ്ങൾക്കൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ഒരു പക്ഷെങ്കിൽ പല തേരഹന്മാർ കൂടെ നടക്കുമായിരിക്കാം. തേരഹൻ്റെ വാക്ക് കേട്ട് പോകണ്ടല്ല പോകേണ്ടത്, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുമ്പോട്ട് പോകുക. ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാപ്തരാകുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടോ.